കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. ഒരു വശത്ത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം കോൺഗ്രസ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് 2026 അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥിമാരെയെങ്കിലും മുൻകൂട്ടി പ്രഖ്യാപിക്കണം. എന്നിട്ട് ഈ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളോടും പറയുക 10 MLA-മാരെ വെച്ച് വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഇവരോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയുക. ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ ഇറങ്ങിപ്പോകണമെന്ന്. പക്ഷേ കോൺഗ്രസ് അതിനുള്ള സംഘടനാ സംവിധാനം ഒരുക്കുന്നില്ല. 2026-ലും UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യമാണ് എന്ന് ഇനിയെങ്കിലും UDF നേതാക്കന്മാർ മനസ്സിലാക്കട്ടെ. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ചർച്ചകളിലാണ്. അപ്പൊ 2026 UDF-ന്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? 2026 UDF-ന്റെ സാധ്യത എന്തായിരിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ LDF 3-ാം തവണയും അധികാരത്തിലെത്തും എന്ന ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിനാണ് LDF പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതായത് 2026 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. അത് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി നിശ്ചയിക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെയെങ്കിലും ഇനി വരുന്ന കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെയെങ്കിലും തീരുമാനിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കണം. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിന് 1 വർഷം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കണം. ഈ സ്ഥാനാർത്ഥി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അവിടെയുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും ഇനി ത്രിതല പഞ്ചായത്താണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ പരിഹരിച്ച് പ്രവർത്തകരെ എല്ലാം അവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾ ശക്തമാക്കി, ബൂത്ത് കമ്മിറ്റികൾ ശക്തമാക്കി, മണ്ഡലം കമ്മിറ്റികൾ ശക്തമാക്കി പോയി കഴിഞ്ഞാൽ മാത്രമേ UDF-ന് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം UDF-ന് 2026 തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നത് CPM-നെയും BJP-യെയുമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വശത്ത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം കോൺഗ്രസ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കോൺഗ്രസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ വിജയന്റെ SFIO കേസിന്റെ പിന്നാലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് നടക്കുകയും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BJP-യെ സംബന്ധിച്ച് BJP വികസിത കേരളം എന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി തന്നെ കേരളത്തിൽ ആവിഷ്കരിക്കുകയും അത് ജില്ലകൾ തോറും അതിൻ്റെ കൺവെൻഷനുകൾ നടക്കുകയും അതിനുശേഷം നിയോജക മണ്ഡലങ്ങളിലേക്ക് അതിൻ്റെ കൺവെൻഷനുകൾ വരാൻ പോകുന്നു. പ്രാദേശികമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വികസന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് BJP നേരിട്ട് കണ്ടറിയാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്രത്തെ കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ BJP ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസും UDF-ഉം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു SFIO-യും ഒരു വീണ വിജയനും അപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം UDF MLA-മാരുടെ പല മണ്ഡലങ്ങളിലും വികസനത്തിന് ആവശ്യമായ ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒന്നും UDF തയ്യാറാവുന്നില്ല. UDF പേരിന് വേണ്ടിയിട്ട് മാത്രം ചില സമരങ്ങൾ നടത്തി അവസാനിപ്പിച്ചു പോകുന്നതാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ പിന്നാലെ എന്നൊക്കെ പത്രക്കാരുണ്ടായിരുന്നോ അന്ന് മാത്രമാണ് UDF-ന്റെ നേതാക്കന്മാർ അവിടെ പോയിട്ടുള്ളത്. ഇപ്പോഴും ആശാ വർക്കർമാരുടെ സമരം അവിടെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സമരത്തിന്റെ സമരപന്തലിലേക്ക് ഇപ്പോൾ ഒരു UDF നേതാക്കന്മാരും തിരിഞ്ഞു നോക്കുന്നില്ല, മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം മാധ്യമങ്ങളെയും UDF നേതാക്കന്മാരെയും CPM വിലക്കെടുത്തു എന്നാണ് നമ്മൾ കരുതാനായിട്ട്. കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, പൂർത്തീകരിക്കാനാവുന്നില്ല. UDF-ന് ഒരു സമരത്തെയും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഭരണം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങളും അതുപോലെ തന്നെ കേസുകളും ഒക്കെ ഭരണപക്ഷത്തിനെതിരെ വന്നിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ആളുകൾ പറയുന്ന കാര്യം തന്നെയാണ്. അത് 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിനെതിരെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളെല്ലാം ശരിയായിരുന്നു, അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകൾ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. ആ ഉസ്മാൻ പ്രയോഗത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ മറ്റൊരു തരത്തിലേക്ക്, അതായത് CPM-ന്റെ സൈബർ ഗുണ്ടകളോടൊപ്പം ചേർന്ന് ഈ കോൺഗ്രസിനകത്തെ ആളുകൾ തന്നെ അദ്ദേഹത്തെ മറ്റൊരു തലത്തിലാക്കി വെച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ
ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് 2026 അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ എത്തുമോ എന്നുള്ളതാണ്. അങ്ങ് ഇപ്പൊ പറഞ്ഞതിൽ തുടർച്ചയായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ കൂടെയുള്ളവരെ തഴയാൻ ശ്രമിക്കുന്ന ഒരു സമ്പ്രദായമാണ് കോൺഗ്രസിലുള്ളത്. പക്ഷേ എന്നാൽ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ പിണറായി വിജയനാണ് ഒരു വാക്ക്, ആ വാക്കിനപ്പുറത്തേക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഇപ്പൊ PK ശ്രീമതി ആയിട്ടുള്ള വിഷയം വന്നു. ശ്രീമതി ടീച്ചർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് അറിയാമെങ്കിൽ പോലും അങ്ങനെ ഇല്ല എന്ന് പറയാൻ കോൺഗ്രസിൽ എത്ര പേർക്ക് അങ്ങനെ പറ്റും? ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കോൺഗ്രസിനകത്ത് കരുണാകരൻ, ഉമ്മൻചാണ്ടി ഇവർ രണ്ടുപേരും ഉള്ള സമയത്താണ് UDF എന്ന സംവിധാനം ഉണ്ടാക്കി 2 അതികായകന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്. കാരണം AK അതിനിടയിൽ വന്നുവെങ്കിൽ തന്നെയും അത് ഉമ്മൻചാണ്ടി എന്ന അതികായകന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ സപ്പോർട്ടോടുകൂടിയാണ് AK മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ ഇരിക്കുക. അതുപോലെയുള്ള ഈ എല്ലാ നേതാക്കന്മാരെയും ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിനകത്തില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനത എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ നേതാവായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയാണ് കോൺഗ്രസ് 2026 അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥിമാരെയെങ്കിലും മുൻകൂട്ടി പ്രഖ്യാപിക്കണം. കാരണം 5-ൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് അഭിമാനമുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും അഭിമാനിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേതാക്കന്മാരുണ്ട്. മറിച്ച് CPM-നകത്താണെങ്കിൽ ഒരു പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആര് എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇവിടെ അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 പേർ ആരെന്ന് വെച്ചപ്പോൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടാവും, രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടാവും, K സുധാകരന് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടാവും, പ്രതിപക്ഷ നേതാവ് VD സതീശന് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടാവും, പിന്നെ ശശി തരൂരിന് താല്പര്യമുണ്ടാവും, ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് താല്പര്യമുണ്ടാവും. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരായിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഈ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളോടും പറയുക 10 MLA-മാരെ വെച്ച് വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഇവരോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയുക. ഈ 10 മണ്ഡലങ്ങളിലെ 10 MLA-മാരെ വിജയിപ്പിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരായിട്ടുള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തം 50 സീറ്റ് കിട്ടും. ഈ 50-ഉം പിന്നെ മുസ്ലിം ലീഗ് എങ്ങനെയാണെങ്കിലും 25 സീറ്റോളം അവർക്ക് കിട്ടുന്ന എല്ലാ സീറ്റിലും തന്നെ ഇപ്രാവശ്യം അവർ വിജയിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ സീറ്റ്, പിന്നെ ചെറിയ ചെറിയ ഘടകകക്ഷികളായിട്ടുള്ള മാണി സി കാപ്പൻ MLA-യുടെ പാല, പിന്നെ എന്താ പറയുക നമ്മുടെ പിറവത്ത് ഇപ്രാവശ്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ കടുത്തുരുത്തിയിൽ മോൻസി ജോസഫ്, അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ അപ്പു ജോസഫ്, ഇവരൊക്കെ വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 75-80 സീറ്റ് നേടി കോൺഗ്രസിന് അധികാരത്തിലെത്താനായിട്ട് സാധിക്കും. കാരണം അപ്പോഴും അതിന് തർക്കം വരും. ഈ 5 പേരും 10 MLA-മാരെ വിജയിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും തർക്കം വരും. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അവിടെ നറുക്കിടാം. അതല്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 MLA-മാരെ എല്ലാവരും ജയിച്ചു വരണം നിർബന്ധമില്ല. ഒരു നേതാവിന്റെ 10 MLA-മാര് ജയിച്ചില്ല 9 പേരെ ജയിച്ചുള്ളൂ എന്ന് ഇരിക്കുക, മറ്റൊരു നേതാവിന്റെ 8 പേരെ ജയിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മുൻഗണനാക്രമത്തിൽ ഇവർക്ക് ഓരോ വർഷവും മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്ന രീതിയിലേക്കൊക്കെ കോൺഗ്രസ് മാറിയാൽ മാത്രമേ അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ കണ്ടില്ല. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളൊരു മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. കോൺഗ്രസിന് 2026 അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ല, കോട്ടയം ജില്ല, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ല, ഇടുക്കി ജില്ല, പിന്നെ തിരുവനന്തപുരം ജില്ല, പത്തനംതിട്ട ജില്ല, ഈ 6 ജില്ലകളിൽ നിന്ന് മാക്സിമം സീറ്റ് കോൺഗ്രസിന് നേടാനായിട്ട് സാധിക്കണം. പക്ഷേ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. കോൺഗ്രസ് ഇപ്പോഴും അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമായിട്ടാണ് കാണുന്നത്. വളരെ നിസ്സാരമായിട്ട് പിണറായി വിജയനോടുള്ള ആളുകളുടെ എതിർ മനോഭാവം, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇനി ഭരിക്കേണ്ട എന്നൊരു മനോഭാവം നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തമായ അടിത്തറ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇലക്ഷന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും കോൺഗ്രസിന് ഇക്കാര്യത്തിലില്ല. അവര് വിചാരിക്കുന്നത് നടക്കുമായിരിക്കും എന്ന് അവർ നിസ്സാരമായിട്ട് കരുതുന്നു. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം കോൺഗ്രസിനകത്ത് വിഷയങ്ങളിൽ, അതായത് വ്യവസായം, കൃഷി, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള നയരൂപീകരണം കോൺഗ്രസിനകത്ത് നടന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ നയം എന്താണ്, നിങ്ങളുടെ കാർഷിക നയം എന്താണ്, അപ്പോഴും പറയും നെഹ്റുവിയൻ കാലഘട്ടത്തിലെ നയങ്ങളാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എന്ത് നയമാണ്, യുവജനക്ഷേമത്തെക്കുറിച്ചുള്ള എന്ത് നയമാണ് നിങ്ങൾക്കുള്ളത്, വിദ്യാർത്ഥി ക്ഷേമത്തിനെ കുറിച്ചുള്ള എന്ത് നയമാണ് നിങ്ങൾക്കുള്ളത്, വ്യാവസായിക നയം എന്താണ്, കാർഷിക നയം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പല നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ വ്യാവസായിക നയം എന്താണ്, അല്ലെങ്കിൽ കാർഷിക നയം എന്താണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം എന്താണ്. കാരണം ഈ സിലബസുകളൊക്കെ അപ്ഡേറ്റ്, അങ്ങനെ അത് വേറെ മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം.
കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നയരൂപീകരണമോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് നടത്താൻ സാധിക്കില്ല. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 6 ജില്ലകളിൽ നിന്ന് കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ വേണ്ടി സാധിക്കണം. അതിൽ എറണാകുളം ജില്ലയിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ നോക്കേണ്ടത് പെരുമ്പാവൂർ, കോതമംഗലം, അതുപോലെ തന്നെ കൊച്ചി, പിറവം, വൈപ്പിൻ തുടങ്ങിയ മണ്ഡലങ്ങൾ അപകടത്തിലാണ്. LDFന്റെ കൈവശം ഇരിക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ് കോതമംഗലം, കൊച്ചി, വൈപ്പിൻ എന്നൊക്കെ എങ്കിൽ തന്നെയും ഈ മൂവാറ്റുപുഴയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരും നിലവിലുള്ള സ്ഥാനാർത്ഥികളെ പരസ്പരം മാറ്റാത്ത പക്ഷം, പെരുമ്പാവൂരെ സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ടും മാറ്റാത്ത പക്ഷം ഈ സീറ്റുകളൊക്കെ കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ 14 സീറ്റിൽ 5 സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമാകും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അത് കൂടാതെ തന്നെ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പത്തനംതിട്ടയിലും കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFനകത്ത് തന്നെ ഒരുപാട് കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇടുക്കിയിലും സമാനമായ സാഹചര്യമാണുള്ളത്. തൃശ്ശൂരെ കോൺഗ്രസിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ കോൺഗ്രസ് എവിടെ നിന്ന് സീറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ ഇറങ്ങിപ്പോകണമെന്ന്. പക്ഷേ കോൺഗ്രസ് അതിനുള്ള സംഘടനാ സംവിധാനം ഒരുക്കുന്നില്ല. കോൺഗ്രസിനകത്ത് കുറെ ഈർക്കിളി പാർട്ടികളായിട്ടുള്ള ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക്, ആ ദേവരാജൻ എന്ന് പറയുന്ന നേതാവല്ലാതെ വേറൊരാൾ ആ പാർട്ടിക്കകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെയുള്ള കുറെ ആളില്ലാ പാർട്ടികളുമായിട്ട് ഈ UDFന് എത്ര നാൾ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും? നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. MLA-മാരില്ലാത്ത പാർട്ടികളാണ് കൂടുതലായിട്ട് UDFനകത്ത് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് അധികാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശക്തമായ സംഘടനാ സംവിധാനം കോൺഗ്രസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ മികച്ച ഒരു ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വേണം കോൺഗ്രസ് അടുത്ത 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഏറ്റുവാങ്ങാൻ പോകുന്നത് വളരെ വലിയൊരു പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ മാറണമെന്ന്. പക്ഷേ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് UDF ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തയ്യാറാവണം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അങ്ങനെ തയ്യാറാകാത്ത പക്ഷം 2026 UDFനെ തേടി എത്തുക ശക്തമായൊരു പരാജയമായിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഒരു തമാശയ്ക്കാണെങ്കിലും കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിക്കുക, അവരെ കൊണ്ട് 10 MLA-മാരെ വെച്ച് വിജയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുക. എങ്കിൽ മാത്രമേ 2026 UDFന് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഓരോ ജില്ലകളെടുത്ത് പരിശോധിക്കുക. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന സീറ്റുകൾ എത്രയാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് എത്രയാണ് എന്നൊക്കെയുള്ളത്. ഇനിയിപ്പോൾ PV അൻവറിന്റെ രംഗപ്രവേശം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം എത്ര സീറ്റ് ആവശ്യപ്പെടും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ UDFനെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അപ്പുറത്ത് CPM-നെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ സാഹചര്യം നിലവിൽ വന്നാലും 62 സീറ്റിൽ അവർ ജയിക്കുവാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ മണ്ഡല പുനർനിർണയത്തിൽ എന്നുള്ള ഒരു രാഷ്ട്രീയ സത്യം UDFകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാത്ത പക്ഷം 2026 UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യമാണ് എന്ന് ഇനിയെങ്കിലും UDF നേതാക്കന്മാർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ.